നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. PM ശ്രീ പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിയിലെ ഭിന്നതയിൽ കേരള രാഷ്ട്രീയം ഇളക്കിമറിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIയുടെ റവന്യൂ മന്ത്രി K രാജനും ഇന്ന് ഒരേ വേദിയിൽ. പുത്തൂർ മൃഗശാല ഉദ്ഘാടനത്തിനാണ് ഇരുവരും ഒരേ വേദിയിലെത്തുക. പുത്തൂർ മൃഗശാല സ്ഥിതി ചെയ്യുന്ന ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ MLA കൂടിയായ K രാജനാണ് ഇന്ന് സ്വാഗതം ആശംസിക്കുക. PM ശ്രീ പദ്ധതിയുടെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് CPI മന്ത്രിമാർ രാജിവെക്കാൻ ഒരുങ്ങി നിൽക്കുന്നുവെന്ന അഭ്യൂഹം പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിക്കൊപ്പം രാജൻ വേദി പങ്കിടുന്നത്. രാജി തീരുമാനത്തിൽ ഉറച്ച് CPI മുന്നോട്ടു പോവുകയാണെങ്കിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടന മഹാമഹം മുഖ്യമന്ത്രിയും CPI മന്ത്രിയും ഒരുമിച്ച് പങ്കെടുക്കുന്ന അവസാന പരിപാടിയാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ലെന്ന് വാർത്തകളുണ്ട്. നവംബർ 4-ന് അന്തിമ തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ CPI നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. കൊടുങ്ങല്ലൂരിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആലപ്പുഴ സ്വദേശിയെ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനനെ കൊടുങ്ങല്ലൂർ ഉപേക്ഷിച്ചത് എറണാകുളം കൂനമ്മാവിലുള്ള അഗതി മന്ദിരം നടത്തിപ്പുകാരനാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അഗതി മന്ദിരത്തിന്റെ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ 3 പേർ കൊടുങ്ങല്ലൂർ പോലീസിന്റെ കസ്റ്റഡിയിലായി. അഗതി മന്ദിരത്തിൽ കഴിഞ്ഞിരുന്ന സുദർശനനെ മറ്റൊരു അന്തേവാസിയാണ് ആക്രമിച്ചത് എന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം. ഗുരുതരമായി പരിക്കേറ്റ സുദർശനനെ അഗതി മന്ദിരം നടത്തിപ്പുകാർ ഇക്കഴിഞ്ഞ 21-ാം തീയതി വാഹനത്തിൽ കൊണ്ടുവന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് പിറകിലുള്ള വൺവേ റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിൽ പ്രത്യേക സംഘവും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. സുദർശനൻ അതീവ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. പഴയന്നൂരിൽ ഇരുചക്ര വാഹനം മറിഞ്ഞ യുവാവിന് ഗുരുതര പരിക്ക്. ചേലക്കര തൊണ്ടൻകാവ് സ്വദേശി സജയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റി ഇരുചക്ര വാഹനം മറിയുകയായിരുന്നു. പരിക്കേറ്റ സജയ്യെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞു. തിങ്കളാഴ്ച വൈകുന്നേരം പവന് 90,400 രൂപയുണ്ടായിരുന്ന വില ചൊവ്വാഴ്ച രാവിലെ 89,800 രൂപയിലെത്തി. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 11,225 രൂപയിലെത്തി. തിങ്കളാഴ്ച രാവിലെ പവന് 91,280 രൂപയായിരുന്നത് വൈകുന്നേരം 90,400 ഇടിഞ്ഞിരുന്നു. ചൊവ്വാഴ്ച രാവിലെ സ്വർണ്ണവിലയിൽ 600 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,225 രൂപയും പവന് 89,800 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.